ഹായ്, നമ്മുടെ ഉണ്ടച്ചമ്മയുടെ കയ്യിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതെന്തെന്ന് ഉണ്ടച്ചമ്മ പറഞ്ഞുതരും. ഇതിന്റെ പേര് ഞാൻ പറയാം. ഇതിന്റെ പേര് നര. ചിലവര് കഴിച്ചിട്ടുണ്ടാവും, ചിലവര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ച് ഉണ്ടച്ചമ്മ പറഞ്ഞു കൊടുക്കും. ഉണ്ടച്ചമ്മ, ഈ നര ഞങ്ങളവര് പണ്ടത്തെ ഞങ്ങളെ അമ്മമാര് ഈ നര കളിക്കാൻ പോകും. ഈ നര കളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളിനെ പുഴുങ്ങും. പുഴുങ്ങിട്ട് ഞങ്ങളിനെ തിന്നും. പിന്നെ ചാവയുണ്ട്, വയറുണ്ട്, കുരുണ്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഇത് അതൊന്നുമില്ല, ചാവയില്ല, കുരുണ്ടും കാണുന്നില്ല. ഈ നരയും കുരുണ്ടും ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ പണ്ട് സാധനം തിന്നുന്നതാണ്. പിന്നെ മുളരൈരി, ഇപ്പൊ മുളരൈരി ഒന്നും പിന്നെ അടിക്കാൻ പോകുന്നില്ല ആരും. എന്നാലും അടിക്കുന്നവർ കൊണ്ടതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊന്നും പോകുന്നില്ല മുളരൈരി പിന്നെ എടുക്കാൻ. അതിൻ്റെ നെല്ലെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ കുത്തി, പിന്നെ ഞങ്ങളമ്മ ഇങ്ങനെ ചെത്തി, നല്ല പാങ്ങിലെ ചെത്തി, പിന്നെ അതിനെ കഴുകി, പിന്നെ ഇനി ഉപ്പൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് തിന്നുന്ന നല്ല രുചി ഉണ്ടാവും. ഇങ്ങനെ ഉപ്പൊന്നും ഇടാതെ പുഴുങ്ങിയിട്ട് തിന്നുമ്പോഴേക്ക് അത് അതിൻ്റെ വായിന്ന് അതിൻ്റെ കുണ്ടലെല്ലാം ഉത്തര പോരം വരും. കുറച്ചായിട്ട് തന്നെ ചമച്ചിട്ടാകുമ്പോൾ അങ്ങനെ ഞങ്ങൾ തിന്നുകൊണ്ടുണ്ടായതാണ്. കുരുണ്ട്, നര, വെണ്ണി, ചാവ ഇതെല്ലാം ഉണ്ട്. നമുക്ക് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിട്ട് തിന്നാട്ടാ. ഇതിന്റെ തൊലിയെല്ലാം ആദ്യം ചെത്തിക്കളയാ. പത്തുണ്ടോ ചില്ലര? പണ്ടത്തെ നമ്മുടെ ഭക്ഷണമാണ് കേട്ടോ. മെയിനായിട്ട് നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. ഇത് കുറച്ചേ കിട്ടുള്ളൂ. ഇത് ശരിക്കും കിളച്ചിട്ട് നല്ലത് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറേ കിട്ടുമായിരുന്നു. പക്ഷെ ഇത് നമുക്കിപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും നമ്മൾ അതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ കുറേ നാളായി ഇത് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കത്തിയിലെല്ലാം ഡെക്കറേഷൻ കണ്ടിട്ട് ആരും പേടിക്കുന്നുണ്ടല്ലോ. മൂർച്ചയുണ്ട്. പക്ഷെ കൈ ചൊറിയോണേ ഇല്ല, പിന്നെ അങ്ങനെ ചൊറിയുന്നില്ല തോന്നല്ലേ. നമുക്കിത് നല്ല പോലെ കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞു. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇത് മേലെ പൊങ്ങി കിടക്കുവാണെങ്കിൽ വേവാൻ ചാൻസ് കുറവെന്നാണ് പറഞ്ഞത്. ഇത് ഇടുമ്പോൾ കുറച്ച് മേലെ പൊങ്ങി എന്ന് കാണിക്കാറോ നമ്മൾ ഇതിലേക്ക് കുറച്ച് മേലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇനി എന്താവും അറിയില്ല. എന്നാലും നമ്മൾ വേവിച്ച് നോക്കും. എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനമല്ലേ, അപ്പം നമ്മൾ അങ്ങനെ വെറുതെ കളയാൻ പാടില്ല. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും കിട്ടൂല കേട്ടോ. കാട്ടിൽ അങ്ങനത്തെ സ്ഥലത്താണ് ഉണ്ടാവുക. ഇതൊരു വള്ളി പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ആയോന്ന് ഒരു വേനൽ സമയത്ത് ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ കിളച്ചിട്ടെടുക്കുക. നല്ല ആഴത്തിലുണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വള്ളിയെല്ലാം നോക്കി പോയിട്ട് അങ്ങനെ കിളച്ചെടുക്കുന്നതാണിത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നറിയില്ല, പക്ഷെ നമ്മൾ നല്ല ടേസ്റ്റാണിത്. നല്ല പുട്ട് പോലെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് നല്ല തിക്കായിട്ടുള്ള ഇത് കിട്ടും നമുക്ക്. ഇത് ചവച്ചിട്ട് കൂവക്കിഴങ്ങ് അതിൻ്റെ ഒക്കെ പോലെ മധുരമല്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഇതിന്. ഞാൻ കുറേ തിന്നിട്ടുണ്ട്, ഇപ്പൊ കുറേ ആയി തിന്നാതെ. ഇപ്പോഴും ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഈ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ തിന്നണം. കാരണം നമുക്കിനി എപ്പോൾ കിട്ടും കിട്ടാതിരിക്കുന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം അങ്ങനെ മുമ്പൊക്കെ നമ്മുടെ ഏകദേശം അടുത്തുള്ള സ്ഥലത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ കിട്ടാനൊന്നുമില്ല. ഇതിപ്പോൾ അമ്മായി എല്ലാം വിറകിന് പോയിട്ടാകുമ്പോൾ കാട്ടിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെ കൊണ്ടുവന്നതാണ്. നമ്മുടെ കത്തിക്ക് അധികം പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറിക്കാനെല്ലാം നല്ല സിമ്പിൾ ഉണ്ട് കേട്ടോ. വെന്താൽ മതിയായിരുന്നു. പിന്നെ ഈ ഉണ്ടച്ചമ്മ പറഞ്ഞ പോലത്തെ ചാമ ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടില്ല. കുരുണ്ട് അതെല്ലാം കഴിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പക്ഷെ നമ്മ ഉണ്ടച്ചമ്മേൻ്റെ എല്ലാം വീടിൻ്റെ താഴെ ആദ്യം പറഞ്ഞില്ല കുരുണ്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അത് കിട്ടുവാണെങ്കിൽ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യും.
അപ്പം അതൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. വേഗം വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴുകിയിട്ട് വേവിച്ച് നോക്കാം. വെന്താലും നമ്മൾ തിന്നും, ഇല്ലെങ്കിൽ നമ്മൾ കളയും. ഭാഗ്യം പോലെ ഇരിക്കും. അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മായി വരുന്നുണ്ട്. ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് നേരെ ആവോ ഇല്ല എന്നൊന്നും അറിയില്ല. ചിലതൊന്നും നേരെ ഇല്ല കേട്ടോ. ഇത് കുറെ ചതഞ്ഞു പോയിട്ടുണ്ട്. ഇതാ നോക്കിയാളൂ, ചതഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്നും ചിലപ്പോൾ വേവൂലായിരിക്കും. ഇത് ശരിക്കും ഞങ്ങളൊന്നും നന്നാക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ചിലപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ നന്നാക്കി നോക്കുന്നത്. അതെ, നമുക്കൊന്നും ഇതിന്റെ അവസരം കിട്ടിയിട്ടില്ല. കാരണം അവർ കൊണ്ടുവരുമ്പോൾ കുറേ ആൾക്കാർ കൂടെ ഒന്നിച്ച് പോയി കൊണ്ടുവന്ന് ഒരുമിച്ച് നന്നാക്കി ഒരു വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അതാണ് പണ്ട് അങ്ങനെ തന്നെ. ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിന്റെ ഡെക്കറേഷൻ എല്ലാം അറിയുന്നത്. ആദ്യമായിട്ടാണ്. ഇത് പിടിക്കുമ്പോ ഒരു വഴുവഴുപ്പുണ്ട് കേട്ടോ. ഇതുണ്ട്, കാച്ചിലിൻ്റെ എല്ലാം കുടുംബത്തിൽ പെടുന്നതാണിത്. നമ്മുടെ നര പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇളക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടാതെയും വേവിക്കലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉപ്പിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ടിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എത്ര മിനിറ്റ് വേവിക്കണം എന്നൊന്നും അറിയില്ല. അമ്മായിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ നര വെന്തിട്ടുണ്ടോയെന്ന് നോക്കാട്ടോ. ഒരു മണിക്കൂറെല്ലാം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. നമുക്കിത് കഴിച്ചു നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാന്ന് ട്രൈ ആണ്. ചവക്കാനുണ്ടെങ്കിൽ കുറേ ചവക്കാനുണ്ട്. നീ കഴിക്കുന്ന ചവച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു പിണ്ടി മാത്രം കിട്ടും. അത് നമ്മൾ കളയാം. നല്ല വെന്തിട്ടല്ലേ? കുറച്ച് സമയം കൂടെ. അല്ല, ഇത് ഇത്ര ആവും പോലും. ഇത് ഈ ഒരു ടൈമില്ലല്ലേ, അതുകൊണ്ട് ഇത് വെന്തോന്നുന്നത്. ലെഗ് പീസ് അമ്മയ്ക്ക് വെച്ചാ അത് തരല്ലോ. അതല്ല ഉണ്ട്. വെന്തിട്ട ചില പീസ് മാത്രമേ വെന്തിട്ടുള്ളൂ. അത് നല്ല വെന്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിങ്ങളുടെ ഷൂട്ടിങ് കണ്ടില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും.